ഗുഡ് മോർണിംഗ് ധന്യ. ഗുഡ് മോർണിംഗ് സിനുജി. ഒരു ശുഭകരമായ ഒരു വാർത്തയിൽ നിന്ന് തന്നെ നമുക്കിന്ന് ആരംഭിക്കാം. ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നിക്കുകയാണ് എന്നുള്ള അതിന് സാധ്യതയുള്ള കുറേ റിപ്പോർട്ടുകൾ കുറച്ച് നാളുകളായി പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ ഇവർ മൂന്നുപേരും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാകുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പം ഈ ഒരു ഐക്യത ഈ മൂന്ന് രാജ്യത്തെയും വളരെ നന്നായി തന്നെ മുന്നോട്ട് നയിക്കും എന്ന് നമുക്ക് എന്തായാലും അറിയാം. പക്ഷേ ഇത് അമേരിക്കയെ എങ്ങനെ ബാധിക്കും, അമേരിക്ക ഇതിനെതിരെ എന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ലോകത്തെ ഒരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തെ അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രം എന്ന് വേണമെങ്കിൽ നമുക്ക് അമേരിക്കയെ പറയാം. മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെ അനാവശ്യമായി ഇടപെടൽ നടത്തുക, എന്നിട്ട് അവിടെ കയറി വേണമെങ്കിൽ അവരെ ആക്രമിക്കുക, അവരുടെ സ്വത്തും ബാക്കിയുള്ള കാര്യങ്ങളും തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൂഷണം ചെയ്ത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഈ അമേരിക്ക എന്നും ലോക പോലീസിൻ്റെ ഒരു കുപ്പായം അണിഞ്ഞ് നിൽക്കുമായിരുന്നു. എന്നാൽ അവിടേക്കാണ് റഷ്യയും ഇന്ത്യയും ചൈനയും ഒന്നിക്കുന്നു എന്ന സുപ്രധാനമായ ചില സൂചനകൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തെ വൻ ശക്തികളായി ഈ ത്രിമൂർത്തികൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തിയുണ്ട്, അതുപോലെ തന്നെ റഷ്യയും ചൈനയും തമ്മിൽ അതിർത്തിയുണ്ട്. അങ്ങനെ ഈ രാജ്യങ്ങൾ തമ്മിൽ അത്ര കുറവല്ലാത്ത ഒരു ബന്ധമുണ്ട്. മാത്രമല്ല റഷ്യയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പോകുന്നു, പുടിനുമായി ചില കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലെത്തുകയും ചൈനീസ് നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി അവിടുത്തെ മന്ത്രിമാരുമായി ചില ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നവർ തീരുമാനമെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 75% പ്രശ്നത്തിന് പരിഹാരമായി എന്ന് അജിത് ഡോവൽ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റഷ്യയും ചൈനയും ഇന്ത്യയും കൂടി ഒന്നിക്കുന്നു. ട്രേഡിലായിക്കോട്ടെ, സൈനിക മേഖലയിലായിക്കോട്ടെ, നയതന്ത്ര രംഗത്തായിക്കോട്ടെ, ഈ മൂന്ന് രാജ്യങ്ങൾ കൂടി ഒന്നിച്ചാൽ അത് അമേരിക്കയ്ക്ക് എപ്പോഴും ഒരു ഭീഷണിയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ എപ്പോഴും ഇന്ത്യക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ട്രംപ് വരുന്നതിന് മുമ്പ് വരെയുള്ള കാലത്ത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല. എന്നാൽ ട്രംപ് വന്നതിന് ശേഷം ഇന്ത്യയുടെ അടുത്ത ഒരു സുഹൃത്ത് രാജ്യം എന്ന നിലയിൽ അമേരിക്ക പ്രവർത്തിച്ചു തുടങ്ങി. ഇതിൻ്റെ കാരണം ഇന്ത്യ സൈനിക സാമ്പത്തിക മേഖലയിൽ വളർച്ച നേടുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന് ശേഷം വന്ന ജോ ബൈഡൻ അമേരിക്കയിലെ ഈ ബന്ധം നിലനിർത്താനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ അമേരിക്കയിലെ ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ വരുമ്പോഴാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എപ്പോഴും സുദൃഢമായി പോകുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടിട്ട് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും വരാതിരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി. നമ്മൾ ജോർജ് സോറോസ് ഒക്കെ ഫണ്ട് ഇറക്കിയത് എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി വരരുത്. അപ്പോൾ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഭരണകൂടമാണ് ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടേക്കാണ് റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു കൂട്ടുകൂടി അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം സ്ഥാപിക്കാൻ പോകുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടൊരു വാർത്ത, റഷ്യ അന്തരീക്ഷത്തിൽ, അതായത് ഭൂമിക്ക് മുകളിലായിട്ടൊരു സ്പേസ് സെൻറ്റർ സ്ഥാപിക്കുന്നു. ആ സ്പേസ് സെൻറ്ററിൽ സോളാർ എനർജി വെച്ച് പ്രവർത്തിക്കണം. ആ സ്പേസ് സെൻറ്റർ എന്ന് വെച്ചാൽ ആണവ ഊർജ്ജമൊക്കെ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഈ ബഹിരാകാശ രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചതാണ്. ചന്ദ്രനിലേക്ക് ആളിനെ വിടുന്നു, ബഹിരാകാശത്തേക്ക് ആളിനെ വിടുന്നു. അപ്പോൾ ചൈനയ്ക്കും മോശമല്ലാത്ത ബന്ധമുണ്ട്. അപ്പോൾ ചൈനയും റഷ്യയും കൂടെ സംയുക്തമായി ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് നീങ്ങാമെന്ന് കരുതിയപ്പോൾ ഇരു രാജ്യങ്ങളും കരുതി ഇന്ത്യയെ കൂടെ കൂട്ടാം. അങ്ങനെ അമേരിക്കയുടെ ബഹിരാകാശ മേഖലയിലെ ആധിപത്യം തകർക്കാൻ ഈ റഷ്യ, ഇന്ത്യ, ചൈന കൂട്ടുകെട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അത്തരം ഒരു ഉദ്യമം, അല്ലെ, ഒരു സാറ്റലൈറ്റിൽ നടത്തുന്ന ഒരു ഉദ്യമം വളരെ പോസിറ്റീവായി കണ്ടൂടെ? തീർച്ചയായിട്ടും ഈ ത്രിമൂർത്തികൾ ഒന്നിക്കുന്നു എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശക്തികൾ ഒന്നിക്കുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരിയെന്നുള്ളത്. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷം എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള മോദിയുടെ ഒരു അടുപ്പം അത് ഇന്ത്യയെ വളരെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് റഷ്യയുമായുള്ള ആയുധ കച്ചവടമൊക്കെ ഇന്ത്യക്ക് വലിയ രീതിയിൽ അതിനെ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയെ റഷ്യയിൽ നിന്ന് ആയുധം ഇന്ത്യയിലേക്ക് വരുന്നതും തിരിച്ച് റഷ്യക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ സഹായിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മോസ്കോയിൽ അജിത് ഡോവൽ എത്തിയപ്പോഴും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്വിയോട് അജിത് ഡോവൽ പറഞ്ഞത് നിങ്ങളുടെ നിയന്ത്രണ രേഖയിലെ 75% ഞങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടെ നിന്നാൽ നമുക്കെല്ലാം ശാന്തമായി സമാധാനത്തോടെ കൊണ്ടുപോകാം എന്നാണ് അജിത് ഡോവൽ തന്നെ ചൈനീസ് വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞത്. അതായത് എല്ലാ കാര്യങ്ങളും സമാധാനത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ വലിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് ചൈനയ്ക്ക് ഇന്ത്യയോട് എപ്പോഴും ഒരു ശത്രുതാ മനോഭാവമുണ്ട്.
അത് ഇല്ലാതാക്കിക്കൊണ്ട് സമാധാനപരമായി ഇപ്പോൾ അതിർത്തികളിലൊക്കെ നമ്മുടെ ഇന്ത്യൻ അതിർത്തികളിലൊക്കെ ചൈന വന്ന് അവരുടെ ആളുകളെ കൊണ്ട് ടെൻ്റ് അടിച്ച് കെട്ടി പിന്നീട് കുറച്ച് ദിവസം അവിടെ കഴിയും. അതിനുശേഷം നമ്മുടെ സൈനികർ അവിടെ എത്തി, പിന്നീട് അവർ അതുമായി പോകും. പിന്നീട് ആ പ്രദേശം ഒരു കലാപാന്തരീക്ഷമാകും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതാണ് ചൈന എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിർത്തികളിൽ പ്രശ്നം ഉണ്ടാക്കുക, ആ രാജ്യത്തെ എപ്പോഴും അസ്വസ്ഥരാക്കുക എന്നുള്ളതാണ് ചൈനയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യം ഇല്ലാതാക്കി ഒരുമിച്ച് മുന്നോട്ട് പോയാൽ പല പദ്ധതികളും 3 രാജ്യങ്ങൾക്കും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ റഷ്യയിൽ ഇന്ത്യ മഹാനഗരം പണിയുന്നുണ്ട്, സാറ്റലൈറ്റ് സിറ്റി പണിയുന്നുണ്ട്, ഇപ്പോൾ സ്പേസ് സെന്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിലൊക്കെ തിരിച്ചടി കിട്ടുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന വലിയൊരു സ്വീകാര്യത, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ഒക്കെ നമ്മൾ കണ്ടതാണ്. അമേരിക്ക എപ്പോഴും ഇന്ത്യക്കൊപ്പം നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം തങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ. തങ്ങളെ ആരെങ്കിലും, അമേരിക്കയ്ക്ക് എപ്പോഴും ഒരു ഭയമുണ്ട്, തങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ആ ഭയം കൊണ്ട് പല രാജ്യങ്ങളെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായി ഇപ്പോൾ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ പോലും പോയി സമാധാനം ചർച്ച ചെയ്യാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. സമാധാനത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ബംഗ്ലാദേശിൽ നമ്മളത് കണ്ടതാണ്. എന്തായാലും ഈ ത്രിമൂർത്തികൾ ഒന്നിക്കുമ്പോൾ അത് രാജ്യത്തെ വലിയ ശക്തിയായി വലിയ പദ്ധതികളിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ ഈ നടക്കുന്നതെല്ലാം ഒരു തുടക്കം മാത്രമെന്ന് വേണം നമ്മൾ കരുതേണ്ടത്. അതായത് ഇന്ത്യ, ചൈന, റഷ്യ, ആ ഒരു ഐക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചന്ദ്രനിൽ ഉള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ സാറ്റലൈറ്റുകളുടെ പ്രവർത്തനങ്ങളെല്ലാം സോളാർ എനർജിയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് കുറേ പരിമിതികളുണ്ട്. കാരണം അവിടെ സൂര്യപ്രകാശം ലഭിക്കുന്നത് 14 ദിവസം ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് തന്നെ പലപ്പോഴും അതിന് പരിമിതികളുണ്ട്. അതിനെ അതിജീവിക്കാൻ വേണ്ടി 1/2 മെഗാവാട്ട് ഉള്ള ലൂണാർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് റഷ്യയും ചൈനയും ചേർന്ന് അവിടെ സ്ഥാപിക്കാനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇവർ ഇന്ത്യയെ കൂടെ അതിൽ ചേർക്കാൻ റഷ്യ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഇന്ത്യയെ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തത്. അപ്പം ഇത് ഒരു തുടക്കം മാത്രമാണ്. അതായത് ഇന്ത്യയും ചൈനയും നിരവധി പ്രോജക്റ്റുകളിൽ പങ്കാളികളാകാൻ യോഗ്യരാണ് എന്നവർ തിരിച്ചറിഞ്ഞു. ചൈനയ്ക്കൊപ്പം തന്നെ ഇന്ത്യയും അതിന് യോഗ്യരാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ ഇന്ത്യയെ കൂടെ അതിലേക്ക് പാർട്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇതൊരു കുതിച്ചുചാട്ടം എന്ന് തന്നെ പറയാം. അതായത് 2045 മറ്റോ ഇന്ത്യ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റിൽ ഇന്ത്യ ഭാഗമാകുന്നതോടുകൂടി ആ ഒരു സംഭവത്തിലും ഇന്ത്യക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. അപ്പോൾ അവിടുത്തെ റഷ്യയിലെ ഔദ്യോഗിക വാർത്താ മാധ്യമം തന്നെ പുറത്തുവിട്ടതിൽ പറയുന്നത് ഇനിയും നിരവധി പ്രോജക്റ്റുകൾ ഇന്ത്യയും ചൈനയുമായി ചേർന്ന് റഷ്യക്ക് നടത്താനുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് എന്തുകൊണ്ടും ഇന്ത്യക്ക് വളരെയധികം പ്രയോജനകരമാകുമെന്നും ഈ സ്പേസിൽ ഇന്ത്യക്കും ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെയും പ്രതീക്ഷ. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ത്രിമൂർത്തികൾ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതീക്ഷ തരുന്ന ഒരു കാര്യം തന്നെയാണ്. വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാകും, വലിയ പദ്ധതികൾ ഉണ്ടാകും. പക്ഷെ ചൈനയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു ചതി ചൈനയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ചൈന ഇങ്ങനെ ഒരു നിലപാട് തീരുമാനമെടുത്തതിന് പിന്നിലെ കാരണം എന്തായിരിക്കാം? ചൈനയുടെ പ്രധാന ട്രേഡ് എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടാണ്. അതായത് US, യൂറോപ്പ് തുടങ്ങിയ ഒരു മേഖലകളുമായിട്ടാണ് ചൈന വ്യാപാര ബന്ധം വെച്ച് പുലർത്തുന്നത്. കാരണം അമേരിക്കയിലും യൂറോപ്പിലുമാണ് ലോക സമ്പദ്ഘടനയുടെ ഏറിയ പങ്കും കിടക്കുന്നത്. അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ ചൈനയ്ക്കോ ഇന്ത്യക്കോ റഷ്യക്കോ ഒന്നും കഴിയില്ല. പക്ഷേ ചൈന ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം കൂടിക്കൂടി വരുന്നു. അതുകൊണ്ട് ഇന്ത്യക്കെതിരായ ഒരു നിലപാട് വേണ്ട എന്ന് ചൈന ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ചൈനീസ് നയതന്ത്ര പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു പ്രധാന കാര്യം ഈ അതിർത്തി പ്രദേശങ്ങളുണ്ടല്ലോ. നമ്മൾ ഈ അതിർത്തി എന്ന് പറയുന്നത് കൃത്യമായി രേഖപ്പെടുത്തിയ അതിർത്തിയല്ല, തർക്ക മേഖലകളുണ്ട്. ഈ തർക്ക മേഖല എന്ന് പറഞ്ഞാൽ ചൈനയുടേതാണെന്ന് അവരും ഇന്ത്യയുടേതാണെന്ന് നമ്മളും അവകാശപ്പെടുന്നു. അവിടേക്ക് ഈ സൈന്യത്തെ നിയോഗിക്കാൻ കഴിയില്ല. പകരം അവിടെ പട്രോളിംഗ് നടത്താം. അപ്പോൾ ചൈനീസ് പട്ടാളം വന്നൊന്ന് പട്രോളിംഗ് നടത്തും, തിരിച്ചു പോകും. ഇന്ത്യൻ സൈന്യം വന്ന് പട്രോളിംഗ് നടത്തും, തിരിച്ചു പോകും. ഇപ്പം ചൈനീസ് പട്ടാളം അവിടെ വന്ന് എവിടെയെങ്കിലും ഒന്ന് ടെൻ്റ് അടിക്കാനോ താമസിക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ ഇന്ത്യ അതിനെ എതിർക്കും. അപ്പോഴാണ് ഈ തർക്കങ്ങളും പിന്നീട് അത് ഏറ്റുമുട്ടലിലേക്കും എത്തുന്നത്. ഇത് ഒഴിവാക്കാനായിട്ട് ചൈന മുൻകൈയെടുക്കുന്നു. കാരണം ഇന്ത്യയുമായുള്ള ട്രേഡ് ചൈനയ്ക്ക് വളരെയധികം അത്യാവശ്യമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ സമീപത്തു
അനുമതിയോടുകൂടി അല്ലാതെ ഈ കണ്ടെയ്നർ ഷിപ്പുകൾക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഇന്ത്യക്കെതിരെ ഉണ്ടാക്കിയാൽ അത് തങ്ങൾക്ക് ദോഷകരമാകുമെന്ന് ചൈന മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല റഷ്യ എല്ലാവിധ പിന്തുണയും ഇന്ത്യക്ക് നൽകുന്നുണ്ട്, ആയുധം വാങ്ങുന്ന കാര്യത്തിലും ആയുധം കൊടുക്കുന്ന കാര്യത്തിലും. അപ്പോൾ പരസ്പരം ഈ ഒരു ബന്ധം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ പിണക്കാതിരിക്കാൻ അവർ ശ്രമിക്കും. മാത്രമല്ല മറ്റ് രാജ്യങ്ങളെ കൊള്ളയടിച്ചാണ് ഈ അമേരിക്ക എപ്പോഴും ലോകശക്തിയായി വളർന്നത്. ഏഷ്യയെ കൊള്ളയടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളെ കൊള്ളയടിച്ചിട്ടുണ്ട്. അങ്ങനെ നൂറ്റാണ്ടുകളായി സ്വരുക്കൂട്ടിയ ഈ സമ്പത്ത് വെച്ച് അവർ പരമാധികാരം വെച്ച് പുലർത്തുകയും ലോക പോലീസ് എന്ന നിലയിൽ ഇടപെടുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? മറ്റ് ചെറു രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ ഒരു ആധിപത്യം ഉണ്ടാകുന്നു. ഇത് ഇനി അംഗീകരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഏഷ്യയിലേക്കെങ്കിലും അമേരിക്ക ഇനി കടന്നു കയറിയാൽ പോടാ എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചടിക്കണമെന്ന് ചൈന അല്ലെങ്കിൽ റഷ്യ, ഇന്ത്യ ഒരുമിച്ച് തീരുമാനിക്കുന്നു. അതുകൊണ്ടാണ് ഈ ത്രിമൂർത്തികൾ ഒന്നിക്കുന്നത്. അമേരിക്കയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഈ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തകർക്കാതിരിക്കാൻ അമേരിക്കയും ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ തമ്മിൽ ഒരു പരസ്പര സഹകരണത്തോടെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഇന്ത്യയും ഉൾപ്പെടെ ചൈനയും ഉൾപ്പെടെ ഈ റഷ്യയും ഒക്കെ ചേർന്ന് ഇത്തരത്തിൽ നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ UN അപ്പുറത്തേക്ക് വളർന്നു വരുമോയെന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. എന്തായാലും അമേരിക്ക അല്പം പേടിക്കുന്നു. ചൈനയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇതിൻ്റെ അവസാനം അതൊരു വലിയ കൂട്ടമായി, ഒരു വലിയ ശക്തിയായി ഉയർന്നു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും.